പ്രസവശേഷം യോനി ലൂസാകുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കാം? പ്രസവശേഷം ദമ്പതികൾ പലരും നേരിടുന്ന പ്രശ്നമാണ് യോനി ലൂസാകുന്നത്. പ്രസവ സമയത്ത് അഴിയുന്ന ഈ മസിലുകൾ പിന്നെ പൂർവ്വസ്ഥിതി കൈവരിക്കാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇരുവർക്കും ലൈംഗിക സംതൃപ്തി കിട്ടുന്നില്ലെങ്കിൽ വജൈനൽ മസിലുകളുടെ പ്രശ്നമാവും. ആൺകുഞ്ഞ് ഉണ്ടാകാൻ എന്തു ചെയ്യണം? ഓവുലേഷൻ ദിവസം കൃത്യമായി അറിഞ്ഞ് ഈ ദിവസമോ തൊട്ടു മുന്നിലുള്ള ദിവസങ്ങളിലോ ബന്ധപ്പെട്ട ആൺകുഞ്ഞ് സാധ്യത വർദ്ധിക്കുന്നു. ഓവുലേഷൻ ദിവസത്തിന് 2 ദിവസം മുമ്പ് ബന്ധപ്പെട്ട പെൺകുഞ്ഞ് ജനിക്കും. ഓവുലേഷൻ ദിവസമുള്ള ബന്ധപ്പെടൽ ആൺകുട്ടി സാധ്യത വർദ്ധിക്കും. പെണ്ണിന് പോലും അറിയാത്ത അവളുടെ രഹസ്യം. പുരുഷനേക്കാൾ സ്ത്രീക്ക് വികാരത്തിൽ എത്താനായി സമയം വേണം. സ്ത്രീക്ക് വജൈന ഭാഗം മുറിവുകൾ ഉണ്ടാകുന്നു. പല സ്ത്രീക്കും വജൈനയുടെ വലിപ്പവും ഗന്ധവും വ്യത്യസ്തമായിരിക്കും. സ്ത്രീകളുടെ യോനിസ്രവം ആരോഗ്യകരമാണ്. പുരുഷന് സ്ത്രീയുടെ വികാരം എങ്ങനെ മനസ്സിലാക്കാം? ആ സമയത്ത് സ്ത്രീയിൽ അനിയന്ത്രിത പേശീചലനങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഓരോരുത്തരും കൂടുതൽ സൂക്ഷ്മതയായിരിക്കും. രണ്ടാമതായി, ആ സമയത്ത് സ്ത്രീക്ക് ഉണ്ടാകുന്ന ശ്വസനമാറ്റം ആണ്. അതിവേഗത്തിലോ ക്രമരഹിതമോ ആയിരിക്കും. ചിലർ ചില ശബ്ദങ്ങൾ, നിരക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കാം. പെട്ടെന്ന് ഹൃദയമിടിപ്പ് കൂടുന്നു. ലൂബ്രിക്കേഷന് വേണ്ടി വാസലൈൻ, ഉമന്, വെളിച്ചെണ്ണ പോലുള്ള ഉപയോഗിക്കാമോ? ലൈംഗിക ബന്ധ സമയത്ത് സ്ത്രീ വജൈനയിൽ ഉണ്ടാകുന്ന സ്രവം വളരെ പ്രധാനമാണ്. സുഖകരമായ ലൈംഗികതയും ഗർഭധാരണം നടക്കാൻ അത്യാവശ്യമാണ്. ഇതിനായി ഉമിനീർ ഉപയോഗിച്ച ശരിയായ ലൂബ്രിക്കേഷൻ ലഭിക്കില്ല, ഉണങ്ങും. മാത്രമല്ല, വാസലൈൻ, വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിച്ച് നല്ല ബാക്ടീരിയയെ നശിപ്പിക്കും. ബീജങ്ങൾ നശിച്ച് ഗർഭധാരണത്തിന് തടസ്സമാകും. ലെഗിൻസ് ഉപയോഗിക്കുന്നവർ അറിയാതെ പോകുന്ന അപകടം. വായു കടക്കാത്ത ലെഗിൻസ് ഒട്ടിക്കിടക്കുമ്പോൾ ചർമ്മത്തിലെ മുടിയുടെ ഫോളിക്കിളുകൾ വിയർപ്പ് തങ്ങി നിന്ന് ഫോളിക്കുലസ് എന്ന അവസ്ഥയിലേക്ക് കാരണമാകും. അനേകം മണിക്കൂർ ഇത് ഉപയോഗിച്ച് ചർമ്മത്തിലെ വായുസഞ്ചാരത്തെ ബാധിച്ച് ഈർപ്പം തങ്ങി നിന്ന് വട്ടച്ചൊറി എന്നിവയ്ക്ക് കാരണമാകും. ഇറുകിയ ഇത്തരം വസ്ത്രങ്ങൾ മൂലം ഞരമ്പുകളിൽ സമ്മർദ്ദം ഉണ്ടാവുന്നത് മൂലം ഇടുപ്പ് എല്ലിന്റെ അനായാസ ചലനത്തെ ബാധിക്കും. മൂത്രം ഒഴിച്ച് ഉടനെ വെള്ളം കുടിക്കാറുണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ മൂത്രസഞ്ചിയിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയും വൃക്കയുടെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് വൃക്കയിലെ കല്ലുകൾ, മൂത്രനാളിയിൽ തുടങ്ങിയ സങ്കീർണതയ്ക്ക് കാരണമാകുന്നു. മൂത്രമൊഴിച്ച് കുറഞ്ഞത് 30 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിക്കുക. അച്ഛനാവാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ പ്രായം ശ്രദ്ധിക്കേണ്ടത്. 40-ന് മുകളിൽ അച്ഛനാകുന്നവരുടെ ബീജങ്ങളുടെ എണ്ണത്തിലും ചലനശേഷിയിലും കുറവ് വരാം. പുരുഷന്മാരിൽ പ്രായമാകുമ്പോൾ ജീനുകളിൽ മ്യൂട്ടേഷനും ജനിതക വൈകല്യങ്ങളും സാധ്യതയും ഏറെയാണ്. ബീജത്തിന്റെ ഗുണനിലവാരവും ജനിതക മാറ്റവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും പ്രായമായി ജനിക്കും കുട്ടികളും ജീവിതത്തിൽ വെല്ലുവിളിയായി മാറാം. ശുക്ലം പുറത്തു പോകുന്നത് ഗർഭതടസ്സമോ? പുരുഷ ശുക്ലം യോനിയിൽ നിന്നും പുറത്തു പോകുന്നത് ഗർഭതടസ്സമാകുമോ എന്നത് സംശയമോ? ശുക്ലത്തിന്റെ ബീജങ്ങൾക്ക് ആരോഗ്യകരമെങ്കിൽ ചലനശേഷിക്കും വേഗതയുമെല്ലാം ധാരാളം. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ബീജത്തിന് ശരീരത്തിൽ പ്രവേശിക്കാനാകും. ബന്ധപ്പെട്ട് 20 മിനിറ്റ് കിടക്കുക. കഴുകുമ്പോൾ യോനി സോപ്പ് ഉപയോഗിച്ച് കഴുകാതിരിക്കുക. ഓരോ മാസവും സ്ത്രീ അറിയാതെ പോകുന്നത്. ആർത്തവ തുടക്കത്തിൽ ചിലർക്ക് മാറിടത്തിൽ വരണ്ട പാടുകൾ കണ്ടുവരും. ഈ സമയത്ത് ഹോർമോൺ മാറ്റങ്ങൾ കൊണ്ട് മാറിടങ്ങളിൽ വേദന ഉണ്ടാകാം. ആർത്തവത്തിന് തൊട്ടു മുമ്പെയുള്ള ആഴ്ചയിൽ ഈസ്ട്രജൻ തീരെ കുറവായതിനാൽ മാറിട ആകൃതിയിൽ വ്യത്യാസം അനുഭവപ്പെടും. ലൈംഗിക ബന്ധത്തിന് ശേഷം
പുരുഷന്റെയും സ്ത്രീയുടെയും ജനേന്ദ്രിയം വികസിച്ച നിലയിലായിരിക്കും. ഈ സമയം ഇവിടം അധികം സെൻസിറ്റീവ് ആയിരിക്കും. ഈ സമയത്ത് കുളിച്ചാൽ സോപ്പിലുള്ള കെമിക്കലുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പോയി അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധപ്പെട്ടതിന് ശേഷം ലൈംഗിക അവയവം സാധാരണ നിലയിലേക്ക് വരുന്നതുവരെ പേപ്പർ റോൾ ഉപയോഗിച്ച് തുടച്ചെടുക്കാം. 1 മാസം കൊണ്ട് ബീജം വർദ്ധിക്കാൻ ചെയ്യേണ്ടത്: അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സ്വയംഭോഗം ചെയ്യുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ ശരീരത്തിൽ ആരോഗ്യമുള്ള ബീജം പൂർണ്ണമായി വീണ്ടെടുക്കാം. അതിനാൽ ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ ഓവുലേഷൻ ദിവസം ബന്ധപ്പെടുക. ശുക്ലത്തിന്റെ 98% വെള്ളമാണ്. ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറഞ്ഞാൽ അത് ബീജത്തിലും അളവ് കുറയ്ക്കും. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീയുടെ മാറിടത്തിൽ ഉണ്ടാകുന്ന മാറ്റം. സ്ത്രീ ശരീരത്തിൽ സെൻസിറ്റീവ് ആയ ഒരു ഭാഗമാണ് മാറിടം. ബന്ധപ്പെടുമ്പോൾ മാറിടത്തിനും ശരീരത്തിന് റിലാക്സേഷൻ മൂഡ് നൽകും. ഈസ്ട്രജൻ ഹോർമോൺ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തി മാറിടം വലിപ്പം വയ്ക്കാൻ ബന്ധപ്പെടൽ സഹായിക്കും. മുലയൂട്ടുന്ന സ്ത്രീകളിൽ പാൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. മാറിടത്തിന് വലിപ്പം കൂടിയാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? സ്തനവലിപ്പം കൂടുമ്പോൾ ശാരീരിക നില തൃപ്തിയല്ലാതെ വരും. മാറിടം തൂങ്ങാനുള്ള സാധ്യത മാറിട വലിപ്പം വരുത്തുന്ന മറ്റൊരു പ്രശ്നം. ഇത് പ്രായമാകുമ്പോൾ ശരീര സൗന്ദര്യത്തെ ബാധിക്കുന്നു. ആൺകുഞ്ഞ് ഉണ്ടാകാൻ എന്തു ചെയ്യണം? പുരുഷ ബീജത്തിൽ 2 ഹോർമോൺ ഉണ്ട്. ഒന്ന് എക്സ് ക്രോമോസോം, മറ്റൊന്ന് ക്രോമോസോം എക്സ്. ക്രോമോസോമുള്ള ബീജമാണ് അണ്ഡവുമായി സംയോജിക്കുമ്പോൾ പെൺകുഞ്ഞ് ഉണ്ടാകുന്നു. വി ആണെങ്കിൽ ആൺകുഞ്ഞ്. വേഗം കൂടുതലുള്ളത് കൊണ്ട് സ്ത്രീ ശരീരത്തിലേക്ക് വേഗത്തിൽ എത്താൻ സാധിക്കുന്നതും സംയോഗം നടത്താൻ സാധിക്കുന്നതും ക്രോമോസോമാണ്. അണ്ഡ സ്ത്രീ ശരീരത്തിൽ ഉള്ള ഓവുലേഷൻ ദിവസം ബന്ധപ്പെട്ടാൽ ആൺകുട്ടി ജനിക്കുന്നു. യോനീസ്രവം വായ്ക്കുള്ളിൽ പോയാൽ സ്ത്രീയുടെ യോനിയിൽ നിറയെ ലാക്ടോബാസിലസ് എന്ന നല്ല ബാക്ടീരിയ ആണ്. അതുകൊണ്ട് തന്നെ പല ചർമ്മരോഗങ്ങൾക്കും ഇത് നല്ലതാണ്. ലൈംഗിക അവയവം പങ്കാളിയുടെ വായുമായി സമ്പർക്കത്തിൽ ആകുന്നതിനാൽ വളരെ ശുചിത്വത്തോടു കൂടി വേണം ബന്ധപ്പെടാൻ. ഇതുപോലുള്ള കൂടുതൽ അറിവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.